പിച്ചുവണ്ടി തട്ടി കൈയൊന്ന് മുറിഞ്ഞു. വലിയ മുറിവാണോ? സാരമില്ല. എന്തിനാ മോനെ നീ ഈ കൈ കൊണ്ടുപോയി ആ മിഷനിലിട്ടത്? ദൈവം കാത്തതാ, അല്ലെ കൈ 2 കഷ്ണമായി പോകേണ്ടതാ. കുറച്ചൊക്കെ ഡോൺ കെയർ ആയിരിക്കണ്ടേ? ഒരബദ്ധം പറ്റിയതാ. എന്തോന്ന് അബദ്ധം? അങ്ങനെ അബദ്ധമൊന്നും പറ്റണ്ട. നീ ചള്ളു വേക്കൻസി പോണ്ട. ഇനി വേറൊരു വേക്കൻസി കിട്ടുന്നവരെ ഉള്ളതും കഴിച്ച് നമുക്ക് ഇവിടെ എങ്ങാനും കൂടാ. മോളെ മോളെ എന്തോ? നീ ഇവന്റെ കാര്യത്തിൽ പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ചോറ് വിളമ്പിട്ടുണ്ടോ? എന്നാ പറയണ്ടേ? വാ നമുക്ക് പോയി ഊണ് കഴിക്കാം. ഞാൻ വാരി തരാം. വാ. ചോറിന് സ്പൂണുണ്ടോ? ഊണുണ്ടോന്നോ? പിന്നെ ഇരിക്കുന്ന എന്തോന്നാ? കരണ്ടി ഉണ്ടോന്നാ ചോദിച്ചത്. ഇവിടെ കരണ്ടിയും കൊരണ്ടിയും ഒന്നുമില്ല. ചെറിയ തവി മതിയോ? മതി. ഇങ്ങനെ തിന്നാലേ മുഴുവൻ ചോറും വയറ്റി പോവില്ല. ഞാൻ ഒരുക്കി തരാം. കൈ നനയും. ഞാൻ കൊരൊഴിച്ചു തരാം. വേണ്ട രാധേ, ഞാൻ കുളിച്ചോളാം. ഇന്ന് തരാനല്ലേ പറഞ്ഞത്? വായിക്കുന്നേ? ഇതൊരു മാസികയാണ്. നിറയെ പടങ്ങളുണ്ടല്ലോ. അയ്യേ, നല്ല പഷ്ട പടങ്ങള്. നിനക്ക് വായിക്കാൻ അറിയില്ലേ? കൊച്ചിലെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛൻ പഠിക്കാൻ വിട്ടില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, എഴുതാനും വായിക്കാനും. നിന്നെ ഞാൻ പഠിപ്പിക്കാം. അതിന് ഇയാൾ എന്നും ഇവിടെ കാണുവോ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ എന്നും ഇവിടെ താമസിക്കും. എനിക്ക് ഇഷ്ടമാ. അപ്പോ എന്നെ ഇഷ്ടമാണോ?
രാധേ കുളിക്കുന്നില്ലേ? ആ പെണ്ണാകെ അങ്ങ് മാറി. ആ ചാന്തുപ്പി എടുത്തതാ. പൊട്ടിടാനാണോ? ഞാനിട്ട് തരാം. വേണ്ട, എടുത്തു തന്നാ മതി. അതെന്താ? ഞാനിട്ടാ ശരിയാവില്ലേ? പിന്നെന്താ? ഇപ്പൊ വേണ്ട. എന്നാലേ ഇപ്പൊ എടുത്തു തരാൻ മനസ്സില്ല. കളിക്കാതിങ്ങി എടുത്തതാ. ഞാൻ അങ്ങോട്ട് കേറത്തില്ല. പൊട്ടിടണമെങ്കിൽ അകത്തുവാ. എനിക്ക് അകത്ത് കയറാൻ പാടില്ല. അതെന്താ? ഞാൻ പോവാ. ചാന്തുകുപ്പി എനിക്കല്ല, അയലത്തെ അമ്മണി കുട്ടിക്കാം. ഓഹോ, അങ്ങനെയാണോ? ശരി, ഇതാ പിടിച്ചോ. ഓഹോ എന്ന് അയ്യോ, എന്തൊരു ഇടിയും മഴയും. അച്ഛനെ കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. അമ്മാവ് മഴ തോർന്നാലെങ്കിൽ എത്തില്ലേ? നീ പോയി കിടന്നുറങ്ങി. അച്ഛനെ കാണാതെ എനിക്ക് ഉറക്കം വരത്തില്ല. പാതിരാത്രി കഴിഞ്ഞു. ഒരിക്കലും എന്റെ അച്ഛൻ ഇത്രയും താമസിച്ചിട്ടില്ല. ഈ മഴയത്ത് എങ്ങനെയാ വരുന്നത്? എവിടെങ്കിലും കേറി നിപ്പുണ്ടാവും. എന്താ രാമൻകുട്ടി? വെള്ളം മുങ്ങി. അയ്യോ, അപ്പൊ എന്റെ അച്ഛൻ? പിള്ളച്ചേട്ടന് ഒരു വിവരമില്ല. രാധേ, നീ എന്തിനാ കരയുന്നത്? പോകേണ്ടവരങ്ങ് പോയില്ലേ? സമാധാനമായിരിക്കും രാധേ. അച്ഛൻ പോയെങ്കിൽ നിനക്ക് ഞാനുണ്ട്. വാ, വന്നു വല്ലതും കഴിക്കേ. വരൂ. ദീപു, ഈ തെണ്ടിപ്പെണ്ണിന്റെ കൂടെ കുഴഞ്ഞാടാനാടാ നീ വീടോട്ട് ഓടിപ്പോന്നത്? ആരോരുമില്ലാത്ത ഈ വീട്ടിൽ നിനക്കെന്ത് കാര്യം? അച്ഛാ, മിണ്ടി പോരും. നടന്നുകൊണ്ട് എന്നെ വിടൂ, ഞാൻ വരുന്നില്ല. ദീപേട്ടനെ കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്നോടൊരു വാക്കുപോലും പറയാതെ ദീപേട്ടൻ പൊയ്ക്കളഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല. അമ്മാവൻ വന്നില്ലായിരുന്നെങ്കിൽ ദീപേട്ടൻ വരില്ലായിരുന്നു അല്ലേ? എന്നെ തനിച്ചു വിട്ടേച്ചു പോകാൻ ദീപേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ഏതായാലും തിരിച്ചു വന്നല്ലോ. ഇനി ഞാൻ ദീപേട്ടനെ എങ്ങും വിടത്തില്ല. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പേരെന്താ? രാധ. കാണാൻ കൊള്ളാമോ? നിന്റെ അത്ര സൗന്ദര്യമില്ല. പഠിക്കുന്നുണ്ടോ? അവൾ പഠിച്ചിട്ടേ ഇല്ല. അയ്യേ, തീരെ പാവങ്ങളാണല്ലേ. അവിടെ താമസിക്കാൻ ദീപേട്ടൻ എങ്ങനെ തോന്നി? അവർ പാവങ്ങളാണെങ്കിലും പണക്കാർക്കില്ലാത്ത മറ്റു പലതും അവർക്കുണ്ട്. അതെന്താ ചേട്ടാ? അവർക്ക് സ്നേഹിക്കാനറിയാം. അപ്പോ ഞങ്ങളാരും ചേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കാര്യമല്ല. പിന്നെ? അത് നിനക്കറിയില്ല. ദീപേട്ടന് എന്നേക്കാൾ ഇഷ്ടം അവളെയാ. അല്ല, നീ കരയാൻ തുടങ്ങാണോ? മണ്ടിപ്പെണ്ണെ, നീ കരയാതെ. എനിക്ക് അവളെക്കാൾ ഇഷ്ടം നിന്നോടാ. ഇന്ന് വാ.